നവാസ് നിങ്ങൾ സംസാരിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കും. ഒരു കാര്യം പറയാം, എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇനി പറഞ്ഞിരിക്കാൻ എനിക്ക് പറ്റൂല. പക്ഷെ അത് സാമൂഹ്യമായിട്ട് സംസാരിക്കണം, തമ്മിൽ അങ്ങോട്ട് വഴക്കുണ്ടാകും. അന്ന് ഒരു പറയും നവാസ് ഭായിയോട് പറഞ്ഞാൽ മതി. നിങ്ങൾ തമ്മിലുള്ള ഇടപാട് ഞാനിതൊരാളല്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഇടപാടെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്യും. അല്ല ഞാൻ പറ്റേ ഞാനല്ലോ ഇപ്പോൾ സമ്മതം ഞാനായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഞാൻ നവാസ് ഭായിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഇത്തിരി വിഷമം കൊടുക്കാൻ എൻ്റെ പൈസയാണ് പോയേക്കണം. എനിക്ക് വിഷമം ഉണ്ടാവൂലേ? അപ്പം ഞാനും സമുദ്രത്തിൽ സംസാരിക്കുമ്പോൾ തെറ്റൂലേ? അപ്പം തെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നവാസ് ഭായിട്ട് നവാസ് ഭായി സമുദ്രത്തിൽ സംസാരിക്കും. എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇപ്പോൾ എനിക്ക് ഹുസൈനക്കായി മാറ്റി നിർത്താൻ പറ്റില്ല, സമുദ്രക്കായി മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂകളും സാമ്പത്തിക ഇടപാടെന്നൊക്കെ ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. മനസ്സിലായി, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നോർമലായിട്ട് സംസാരിച്ച് പുള്ളിക്കാരനടുത്ത് നിങ്ങൾക്ക് തരാനുള്ള പൈസയുടെ കാര്യം നിങ്ങൾ സംസാരിക്കും. എൻ്റെ നവാസ് ഭായി ഇതൊന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ എത്ര നാളായിട്ട് ചോദിക്കും. കാരണം ഇപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാണല്ലോ മൊത്തം ഇവിടെ വഷളാവും. അതിനേക്കാൾ നല്ല നവാസ് ഭായി സംസാരിച്ചൊന്ന് എനിക്ക് വിഷയമില്ലെന്ന്. എനിക്കിപ്പോ ഒരു വിഷയമുള്ള കേസല്ല. എന്നോട് കണ്ടാ മനുഷ്യൻ ഇപ്പൊ ഈ വർത്താനം പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ഞാൻ സംസാരിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ എന്ന് മേടിച്ച് അറിയാൻ പാടല്ലേ? അതിന്റെ രേഖ എന്താണ് നിന്റെ? എന്ത് 1 ലക്ഷം രൂപ വാങ്ങിച്ചതിനെ കുറിച്ച് അറിയാൻ പാടില്ല. വീട്ടിൽ പട്ടിണിയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിവൃത്തിയില്ല, ആശുപത്രി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇത് കാശ് വെച്ചു. അത് ഏത് കാശ് എനിക്ക് തന്നു? എപ്പോഴാ കാശ് തന്നെ? എനിക്ക് എപ്പോഴാ കാശ് തന്നെ? മര്യാദ കാര്യം ഞാൻ പറഞ്ഞു കേട്ടാ. മതിയാ ഇത്രയും